അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഫസ്റ്റ് ഞാനൊന്ന് ക്ലെൻസ് ചെയ്യണം ഫേസ്. അപ്പോൾ ഒരു ക്ലെൻസർ എംകഫേൻ്റെ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഞാനൊന്ന് ക്ലെൻസ് ചെയ്തിട്ട് വരാം. അപ്പോൾ എന്താ അത് കഴിഞ്ഞിട്ട് ഞാൻ ഷാളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നിനുമല്ല, ഒന്ന് ജസ്റ്റ് ചാടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിൻ ചെയ്തത്. എന്നിട്ട് നമ്മളൊന്ന് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. നന്നായി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമുക്ക് എന്തിടണം, ഞാനതിൻ്റെ ഇടയിൽ എങ്ങോട്ടോ പോയി ഗൈസ്. ഇപ്പം ഞാൻ മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇതെന്താണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണ് ഗൈസ്. സൺസ്ക്രീൻ ഞാൻ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. നല്ലതാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിത് റിക്വലിൻ്റെ സൺസ്ക്രീനാണ്. എനിക്കത് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല, നല്ല സൺസ്ക്രീനാണ്. അപ്പോൾ ഞാനതൊന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കറക്റ്റ് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മോയ്സ്ചറൈസറും സൺസ്ക്രീമും യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഫൗണ്ടേഷൻ ഇടാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ഫൗണ്ടേഷൻ ആണ് എൻ്റെ നെക്സ്റ്റ്. പക്ഷേ ഫൗണ്ടേഷന് അതിന് മുന്നേ ഞാൻ നമ്മുടെ ഐബ്രോ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഐബ്രോ സെറ്റ് വെച്ചിട്ട് ഞാൻ പ്ലക്കൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഐബ്രോ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് ഐബ്രോ ബ്രഷ് വെച്ചിട്ട്. അത് വെച്ചിട്ട് എൻ്റെ ഒരു മേക്കപ്പ് കിറ്റിലുള്ള സാധനമാണിത്. അപ്പോൾ അത് ഐബ്രോ ഞാൻ ശരിയാക്കി കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നത് ഗൈസ്. അപ്പോൾ നമ്മളിനി ഇടാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ജസ്റ്റ് ഞാൻ എങ്ങനെ ഇടാന്ന് വെച്ചാൽ കയ്യിലാണ് ജസ്റ്റ് ഇടൽ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരതി കൊടുക്കും. അതിന് ശേഷമാണ് ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്യല്. ഫേസിലും ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്യലില്ല. എനിക്ക് ഡാർക്ക് മാർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പിമ്പിൾസോ ഉള്ള സൈഡിൽ മാത്രമേ ഞാനിത് അപ്ലൈ ചെയ്യലുള്ളൂ. ഞാൻ കുറച്ച് വെറൈറ്റിക്ക് കുറച്ച് പൗഡറും കൂടെ ഈ ഒരു ഫൗണ്ടേഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഈ പൗഡറും ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫോമിലുള്ളൊരു സാധനമാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അൺഫോർച്യുനേറ്റ്ലി എനിക്കൊന്ന് നിൽക്കേണ്ടി വന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്കൊന്ന് നിൽക്കണ്ടേ അല്ലേ. അപ്പോൾ ഞാൻ ഈ ഫൗണ്ടേഷൻ്റെ കൂടെ ഞാൻ ഈ പൗഡറും കൂടെ ഇടുന്നുണ്ട്. പൗഡറും ഫൗണ്ടേഷനും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യൽ. അത് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. കുറച്ചും കൂടെ ഒരു വൈറ്റിഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ബാക്ക് ക്യാം ഒഴിവാക്കി ഞാൻ ഫ്രണ്ട് ക്യാമിലോട്ട് ഇരുന്നു ഗൈസ്. ഇനി നെക്സ്റ്റ് വേണ്ടത് അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പാക്ട് പൗഡറാണ് വേണ്ടത്. നമ്മൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ഒരു പൗഡർ നമ്മളെ ഫേസിൽ ഇടുന്നത് നല്ലതാണ്. ഒരു കോമ്പാക്ട് പൗഡറും കൂടെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടെ അതാണ് എൻ്റെ ഫൈനലായിട്ട് ഞാൻ അതാ ചെയ്തത്. പിന്നെ ഫൈനലായിട്ടല്ല, ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോഴത്തേന് സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ യുവർ സ്റ്റോറേജ് ഈസ് ഓൾമോസ്റ്റ് ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് കാണിച്ചു. അതുകൊണ്ട് എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കോമ്പാക്ട് പൗഡർ ഞാൻ ഇട്ടതിന് ശേഷം ഞാൻ ഒരു ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ട്, ലിപ്പ് ലൈനർ ഇട്ടിട്ട് ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ ലാസ്റ്റ് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്.